പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 2 13-ാമത്തെ തിരുവചനം. എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ ഭൂമിയിലേക്ക് ഈശോ ജനിച്ചു വീഴുന്ന ഉടനെ തന്നെ ഈശോയ്ക്ക് വധഭീഷണി പോലും നേരിടേണ്ടി വരികയാണ്. എങ്ങനെയാണ് ഈശോ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. മാതാപിതാക്കളുടെ ജാഗ്രതയും സ്വർഗത്തിൻ്റെ നേരെയുള്ള അവരുടെ ശ്രദ്ധയും സ്വർഗത്തിലേക്ക് നോക്കി കാതോർത്തിരിക്കുന്ന മാതാപിതാക്കളെയുമാണ് നമ്മളിവിടെ കാണുന്നത്. ഉണ്ണീശോയെ ശത്രുകരങ്ങളിൽ നിന്ന് അവർ രക്ഷിക്കുന്നത് മറ്റൊരു വിധത്തിലുമല്ല. അവർ ദൈവത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ സന്ദേശമനുസരിച്ച് സ്വർഗത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ഉണ്ണീശോയെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകുന്ന എല്ലാ നന്മയിലും മറ്റുള്ളവരും സന്തോഷിക്കുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ചിലപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മുടെ നന്മയിൽ അസൂയാലുക്കളായിരിക്കാം. അവരേതെങ്കിലും വിധത്തിൽ നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ തകർക്കാനോ നോക്കുന്നുണ്ടാകും. അതിൻ്റെ പരിണതഫലമായിട്ട് നമ്മൾ പലതരത്തിലുള്ള സഹനങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ എങ്ങനെയാണ് ഈ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന്, ശത്രുക്കൾ നമുക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ കെണികളിൽ നിന്നും രക്ഷപ്പെടേണ്ടത് എന്നതിൻ്റെ വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് ഇന്നത്തെ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത്. വചനം പറയുകയാണ്, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നമാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ദൈവമാണ് നമ്മളെ രക്ഷിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ശത്രുക്കളുടെ ആക്രമണങ്ങളും അവർ നമുക്ക് വേണ്ടി മെനയുന്ന തന്ത്രങ്ങളും ചതിക്കുഴികളും ഒക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ പെടാതെ, അവരൊരുക്കുന്ന കെണിയിൽ അകപ്പെടാതെ എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ളത് വ്യക്തമായ നിർദ്ദേശം, വ്യക്തമായ സന്ദേശം സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കുടുംബത്തെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും സംരക്ഷിക്കാൻ തക്കവിധം നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുക, ദൈവത്തെ ശ്രവിക്കുക, ദൈവത്തിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുക. ഈ യോസേപ്പിതാവും മാതാവും ചെയ്തതുപോലെ സ്വർഗത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നീങ്ങിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെയും മക്കളെയും രക്ഷിക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്.